ടോൺ ഇൻട്രസ്റ്റിന്റെ കാറ്ററിംഗ് ഇപ്പം ഇന്ന് രാജുവേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം സമയം ഏകദേശം 8:30 ആയിട്ടുണ്ട്. ഞങ്ങൾ കാറ്ററിങ്ങിന് പോവാണ്. എന്നെ കൊണ്ടുപോകാൻ വേണ്ടി കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. കൂട്ടുകാരൻ്റെ വണ്ടി കയറി പോവാണ്. ഇവിടെ ഒരു വീടിന്റെ ഫ്രണ്ടിലാണ് വണ്ടി പാർക്ക് ചെയ്തതാണ്. ഇതാണ് വീട്. താഴെ കാണുന്ന തറവാടാണ്. ഇവിടെയാണ് സർവ് ചെയ്യുന്നത്. ഞാൻ പോകട്ടാണ്. പോയിട്ട് കഴിഞ്ഞിട്ട് കാണാം. വെൽക്കണ്ടിങ്ങിന് ടേബിൾ ഇട്ട് ക്ലോത്ത് ഇട്ട് അടിച്ചിട്ട് പേപ്പർ റോൾ വിരിക്കുകയാണ്. വെൽക്കണ്ടിങ്ങിനുള്ള ഗ്ലാസ് എടുക്കുകയാണ്. എല്ലാ ടേബിളിലേക്കും വേസ്റ്റ് പാത്രം വെക്കുകയാണ്. വേസ്റ്റ് ഓവർ സെറ്റ് ചെയ്യാണ്. സെർവ് ചെയ്യാനുള്ള പ്ലേറ്റ് ഉടയ്ക്കുകയാണ്. പ്ലേറ്റ് തുടച്ചുകൊണ്ട് ഇരുന്നപ്പോൾ ഒരു ഏത്തപ്പഴം കിട്ടി. അത് കഴിച്ചു. നല്ല വീട്ടുകാർ തന്നാ. ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇവിടെ വർക്കിന് വന്നാൽ 450 കിട്ടണേ. നിങ്ങൾക്ക് എത്ര കിട്ടണമെന്ന് കമന്റ് ചെയ്യട്ടെ. ആ നട്ടുവെച്ച വെയിലത്ത് കുറച്ച് തണുത്തോളം കിട്ടിയപ്പോൾ നല്ല ആശ്വാസമായി. കാറ്ററിംഗിന്റെ ഫുഡ് വന്ന് അത് ഇറക്കി വെച്ച് അത്യാവശ്യം നല്ല വെയിറ്റ് ബിരിയാണി ചെമ്പായിരുന്നു. ആണ് രക്ഷകന്റെ കാറ്ററിംഗിന്റെ ഡ്രസ്സ്. ബിരിയാണി ചിക്കനും സലാഡ് ആയതുകൊണ്ട് സ്റ്റാഫ് ഫുഡ് അടിക്കാൻ പറ്റിയില്ല. രാവിലെ ഒന്നും കഴിച്ചില്ല. നല്ല വിശപ്പുണ്ട്. ആൾക്കാരെ ഒന്ന് സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്ര വലിയ വർക്കൊന്നും അല്ല. 425 വരെ ഉള്ളൂ. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കേണ്ട സുഖം വേറെ ഒന്നിനും കിട്ടൂല. വർക്ക് കഴിഞ്ഞ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ നല്ല ഫുഡായിരുന്നു. ഐസ്ക്രീം നല്ലായിരുന്നു. വർക്ക് കഴിഞ്ഞപ്പോൾ സമയം 3:30 മണിയായി. വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നു. സമയം 8:30 ആയി. കുട്ടിക്കാലത്ത് ചാമയ്ക്ക മുളകിൽ മുക്കി കഴിച്ചാൽ ഓർമ്മ വന്നു. അപ്പോൾ ഓക്കെ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.